ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ് ഇങ്ങോട്ട്. ഇവിടുത്തെ അങ്ങനെ സാധനം ഒന്നും മേടിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇത് മാൾട്ടിൽ തന്നെ ഒരു ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. സാധനങ്ങളും ചിലതൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും. പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും ഇവിടുന്ന് സാധനമൊന്നും മേടിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ പുറത്തേക്കിട്ട് ഇറങ്ങി വേറെ കറങ്ങി നടക്കേണ്ട ഇവിടെ തന്നെ മേടിച്ചേക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാണ്. ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2 ആഴ്ചത്തേക്കുള്ളൊരു ഗ്രോസറി ഷോപ്പിംഗ് പോലെയാണ് കേട്ടോ മേടിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിലത് ഞാൻ കട്ട് ചെയ്ത് മേടിച്ചു, ചിലത് ഞാൻ കട്ട് ചെയ്യാതെ മേടിച്ചുകൊണ്ട് ഞാൻ ആവശ്യമുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ബീഫും ഒത്തിരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ റേറ്റ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏകദേശം ഒരു 30 യൂറോ 28 യൂറോ ഒക്കെ ആയിരുന്നു പെർ kg ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ സാമൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൂപ്പ് വയ്ക്കാൻ പാകത്തിനുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ എടുത്തത്. അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും സൂപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്തത്. ഇവിടെ സെപ്പറേറ്റ് ഫിഷിനും അതുപോലെ തന്നെ മീറ്റും ചിക്കനും ഒക്കെ സെപ്പറേറ്റ് ഓരോ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഉപ്പിട്ട് കർപ്പൂരം വരെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കേണ്ടൊന്നും വരാറില്ല. തീർന്ന സാധനം മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ കൂടാതെ നമുക്ക് എന്തെങ്കിലും കൊതി തോന്നിയിട്ട് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളോടെ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ കഴിച്ചില്ല എന്നും വരാം. ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെ പ്രത്യേകം ലിസ്റ്റൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. എന്തെങ്കിലും ഓർമ്മയിലുണ്ടാവും, ഇത് മേടിക്കണം അത് മേടിക്കണം, അതില്ല തീർന്നു എന്നൊക്കെ ഉള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ മേടിക്കാറ്. ഇതൊരു 2 ഫ്ലോറായിട്ടാണ് കേട്ടോ ഈ ഒരു താഴത്ത് കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് വേണ്ട ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ്, ഫിഷ്, മീറ്റ്, അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ്, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിലോട്ടാണ് കേട്ടോ. പിന്നെ മുട്ട ഞാൻ ഓരോ സ്ഥലത്തേക്ക് എത്ര എണ്ണത്തിന് എത്ര രൂപയാവണമെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഏതാണ്, ഏറ്റവും നല്ലത് ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ പൈനാപ്പിളിന് ജസ്റ്റ് ഒരു ഓഫർ ഉണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ഓഫർ എന്ന് പറയാൻ പറ്റില്ല. 2 എടുക്കുമ്പോൾ 475 യൂറോ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 500 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്യാതെ ഇവിടെ കിട്ടും. പക്ഷേ ഞാൻ ഒരു തവണ ഇതുപോലെ കട്ട് ചെയ്യാതെ മേടിച്ചിട്ട് അതിനകത്ത് മധുരം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പം തിന്നാൻ വേണ്ടിയിട്ടല്ലേ, വെറുതെ തിന്നാൻ വേണ്ടിയിട്ടുള്ള കൊതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുമായിരിക്കും പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ മേടിച്ചത്. വീക്കിലി ഒരു തവണയെങ്കിലും ഫിഷ് സൂപ്പ് കഴിക്കണയൊക്കെ നല്ലതാണ്. ഫിഷ് എന്ന് മാത്രമല്ല, മീറ്റ് ആണെന്നുണ്ടെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും പോർക്ക് ആണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ഒരു സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സൂപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാരറ്റ്സ്, അതുപോലെ തന്നെ ടൊമാറ്റോ, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പും നാട്ടിൽ കാണാത്ത ടൈപ്പും കപ്പയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കരിക്കില്ലേ, അതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ ഒരു ഇതിലാണ് വന്നത്. 283 ആണ്, അതായത് 2 യൂറോ 83 സെൻറ്റ്സ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 300 രൂപയുടെ ഒക്കെ അടുത്ത് വരും ഒരു കരിക്കിൻ്റെ വില. ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിൻ്റെ വില നോക്കും നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സാധനത്തിന് ഞാൻ വിലയൊന്നും നോക്കാറില്ല. ഒരിടയ്ക്ക് ഞാൻ അത്യാവശ്യം സാധനമെല്ലാം മേടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. കുറേ നാളായിട്ട് ഞാനത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് ആയി. അതായത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, മീറ്റ് കഴിക്കുക, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെന്തെങ്കിലുമൊക്കെ നമ്മൾ കുറേ നാൾ കഴിക്കാതിരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഒത്തിരി തളർന്നു പോവും, ക്ഷീണമാവും. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. രാവിലെ കഴിക്കാറില്ല. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ ഉച്ചയ്ക്കാണ് എന്തെങ്കിലും കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് എനിക്ക് തോന്നിയ മാത്രമാണ് ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ. അങ്ങനെ സ്കിപ്പ് ചെയ്താൽ പോണേ. എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ആയെന്ന്. സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ആയെന്ന്. എന്നെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഇത്രയും വണ്ണം ഫീൽ ചെയ്യില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു വീഡിയോയുടെ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി ഒരു വണ്ണം ഒരു ഫീൽ ചെയ്യുന്ന പോലെ. പക്ഷെ എനിക്ക് നേരിട്ട് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര വണ്ണമൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ അണ്ടർ വെയ്റ്റും ആണ്. പക്ഷേ ഞാൻ നേരത്തേക്കാളും എനിക്ക് വെയിറ്റ് ഉണ്ട്. അണ്ടർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിലും നേരത്തേക്കാളും എനിക്ക് വെയിറ്റ് ഉണ്ട്. നേരത്തേക്കാളും ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ കുർക്കുറി ഉണ്ടായിരുന്നു കേട്ടോ. 99 സെൻറ്റ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത്. അത് നമ്മുടെ നാട്ടിൽ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഇവിടെ ഇമ്പോർട്ടഡ് ആകുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി വരുന്നതല്ലേ, അപ്പോൾ റേറ്റ് കൂടും. പക്ഷേ അത് നഷ്ടമൊന്നുമില്ല കേട്ടോ. 99 സെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ലതായിട്ട് 20 രൂപയുടെ അത്യാവശ്യം ഉണ്ടല്ലോ കുർക്കുറെ. അപ്പോൾ
ഞാൻ അങ്ങനെ കുർക്കുറയും ലേസും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയോ സാധനം എടുത്തു അവിടെ കണ്ടേ. ഇവിടെ കുറച്ച് ഇന്ത്യൻ ആയിട്ടുള്ള റിലേറ്റഡ് സാധനങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു പോർഷനിൽ. അത്യാവശ്യ സാധനങ്ങളും എടുത്ത് മുകളിൽ നിന്നും താഴെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് ഫില്ലായി സമാധാനമായി അത്യാവശ്യം ഒരു ബില്ലുമായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കുഞ്ഞ് 2 ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പുതിയ പേജിൽ വന്നിരിക്കുന്ന കളക്ഷൻ കണ്ടാലോ. നമ്മുടെ പിഴിയ വസ്ത്രയിലെ വിസ്കോസ് ജോർജറ്റിൻ്റെ സാറ്റിൻ ബോർഡർ സാരീസാണ്. റണ്ണിങ് ബ്ലൗസോടെയും വരുന്നുണ്ട്. 1299 രൂപയാണ്. താഴത്തെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതും ചിന്നോൺ വിസ്കോസ് എന്ന് പറഞ്ഞൊരു സാരിയാണ്. പ്യൂർ ആയിട്ടുള്ള വിസ്കോസ് ആണ് കേട്ടോ. വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ഈ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ അയച്ചു തരാം, ഫോട്ടോസ് അയച്ചു തരാം. ഏതൊക്കെ കളക്ഷൻസ് ആണ്, ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് പറഞ്ഞു തരാം. ഇത് 1399 ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 3-4 എണ്ണം സോൾഡ് ഔട്ടായി. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഒരു 1 ഡേക്കുള്ളിൽ എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. വീണ്ടും ഞാനത് റീസ്റ്റോക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്നത് ജോർജറ്റിലാണ്. വിസ്കോസ് ജോർജറ്റിൽ വരുന്നതാണ്. സാറ്റിൻ ബോർഡറൊക്കെ ആയിട്ട് വരുന്നതാണ്. 1299 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ എനിക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അതിനുള്ള ഇത് ഓർഡർ ചെയ്യാൻ, ബുക്ക് ചെയ്യാം. ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 days to 10 days വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മുടെ ഷിപ്പിംഗ് ടൈം വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണെങ്കിലും ഈ ഒരു കളറാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും DM ചെയ്തോളൂ. എങ്ങനെയായിരുന്നു നമ്മൾ സംസാരിച്ചിട്ട് കുറേ നാളായില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായിട്ടുണ്ട്. എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓഫ് കിട്ടുന്ന ദിവസം മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര മഴയും ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മാൾട്ട ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞു. 2-3 ദിവസത്തേക്ക് ഭയങ്കര ശാന്തമായിരുന്നു. ഇന്നിപ്പോൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിട്ട് യെല്ലോ അലേർട്ടാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പോൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പഠനം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് നവംബർ ലാസ്റ്റ് ആയപ്പോൾ കഴിഞ്ഞു. പിന്നെ അസൈൻമെൻറ്റ്സും പ്രസൻറ്റേഷനും എല്ലാം, അസൈൻമെൻറ്റ് ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിസംബറിലാണെന്ന് തോന്നുന്നു. പിന്നെ ജാനുവരി ആയപ്പോഴേക്കും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. ഡിസംബറിൽ തന്നെ കിട്ടിയാണ്. പക്ഷേ നമുക്ക് വെക്കേഷനായിരുന്നു. നമ്മുടെ ന്യൂ ഇയറിൻ്റെയും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും വെക്കേഷനായിരുന്നു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണടഞ്ഞ് പോണു. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. പിന്നെ ഞാനിവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യണതെന്ന് ചോദിച്ചു. ഞാനിവിടെ കെയററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കെയറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കെയർ ഹോമിൽ വർക്ക് ചെയ്യാം, ഫാമിലിയുടെ ഒപ്പം വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലിവ് ഔട്ട് കെയറായിട്ട് വർക്ക് ചെയ്യാം, ലിവ് ഇൻ കെയറായിട്ട് വർക്ക് ചെയ്യാം, പിന്നെ കമ്മ്യൂണിറ്റി കെയറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ കെയർ ഹോമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കെയററിന്. പക്ഷേ ജോലി കിട്ടാൻ ഇത്രയും പാട് ആണെന്ന് ഇത് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് അലഞ്ഞ് നടന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഒരു ജോലി കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് വർക്ക് വിസ കിട്ടിയാലാണ് നമുക്കൊരു ജോലി കൺഫേം ആവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ബാക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതൊക്കെയുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റിന് വെക്കാം. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് കേൾക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒപ്പീനിയനാണ്. അപ്പോൾ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് നല്ല വീഡിയോസ് ആയിട്ടാണ്. ബൈ, ടേക്ക് കെയർ.